വാട്സ്ആപ്പ് ബോയ്സ് ആൻഡ് ഗേൾസ് കോളേജ് കഴിക്കുന്ന ഇന്നത്തെ വീഡിയോ ഒക്കെ നമ്മൾ അതിരാവിലെ തന്നെ, രാവിലെ എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും ഒരു 9 മണിക്ക് നമ്മൾ എഴുന്നേറ്റിട്ട് ക്യാമറ കൊണ്ടുപോയി കൊടുക്കുകയാണ്. ക്യാമറ രാവിലെ തന്നെ കൊടുക്കണം, അമ്മമാർക്ക് വേറെ അടുത്ത വർക്കിന് പോകേണ്ട ക്യാമറയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബാറ്ററി അക്ഷയുടെ കയ്യിലായിരുന്നു. അപ്പോൾ അക്ഷയ രാവിലെ തന്നെ വന്നിട്ടുണ്ട്, എന്നെ ഇന്നും വന്ന് എഴുന്നേപ്പിച്ചു. എന്തായാലും നമുക്ക് ആ ബാറ്ററി ആയിട്ട് ക്യാമറ കൊടുത്തിട്ട് വരാം. അമ്മയ്ക്ക് 2 മുട്ടയും കൂടെ ഉണ്ടാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അമ്മ എൻ്റെ തലയിൽ കയറും. 2 മുട്ട ബുൾസി ആക്കി അമ്മയ്ക്ക് ഇപ്പോൾ കൊടുത്തിട്ട് വരാം. പെട്ടെന്ന് പോകാം. അപ്പോൾ കുക്കിംഗ് വിത്ത് അർജുൻ അമ്പിയുടെ 2ാമത്തെ സെഷൻ, ഹൗ ടു മേക്ക് എ ബുൾസൈ. അതിനൊന്നും ആവശ്യമില്ല, നേരെ മുട്ട എടുത്ത് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ 2 മുട്ട എടുത്ത് 3 മുട്ട എടുത്തേക്കല്ലേ. താഴത്ത് വീടരുത് പ്ലീസ്, ഉരുണ്ട കൊണ്ട് പോകുന്നു. കോക്കനട്ട് ഓയിൽ കുറച്ചൊഴിക്കട്ടെ, ഇത്രയൊക്കെ മതിയായിരിക്കും. കുറച്ചുകൂടി കിടക്കട്ടെ, കുറച്ച് കൂടി പോയോ എന്നൊരു ഡൗട്ട്. കുക്കിംഗ് സ്കിൽസ് കിടിലമാണ്. ഞാൻ ഒരു കൈ വെച്ചാണ് മുട്ട പൊട്ടിക്കുന്നത്. മുട്ട തെന്നുന്നു, പൊട്ടിപ്പോയി. കണ്ട, ഇത് കറക്റ്റായിരുന്നു. കൈ പൊള്ളി. മൂന്നെണ്ണം ആയിട്ടുണ്ട്. എന്നാ അമ്മേ, എന്താ എന്താ ഈ പാത്രത്തിന്റെ കുഴപ്പം? ഈ പാത്രത്തിന് കുഴപ്പമുണ്ട്. എന്ത് കുഴപ്പം? എനിക്ക് ഈ പ്ലേറ്റ് ഒന്നും ഇഷ്ടമില്ല. സ്റ്റീലിൽ കഴിക്കത്തില്ല. സ്റ്റീലല്ല ഈ മുട്ട. മുട്ട ഇത് ഇഷ്ടമല്ലേ? അമ്മക്ക് എന്താ പാനി തന്നെ തരാണ്? പാനി തന്നെയാണ്, ചെറിയ ചൂടുണ്ടാവൂടാ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ആഹാരമല്ലേടാ മുട്ടയാ. പിന്നെ അത്ര ഇഷ്ടമൊന്നുമില്ല. ആണോ? ഇപ്പൊ തൽക്കാലം വെച്ച് കഴിയാ. സ്പൂ കൊണ്ടുവരാം, ക്യാമറ കൊടുത്തിട്ട് വരാം. ടൗണിൽ കൈ പൊള്ളിയെങ്കിൽ എന്താ, കൈ പൊള്ളിയെങ്കിൽ എന്താ അല്ല വേന എടുക്കുന്നല്ല. ഞാൻ ടൗണിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ക്യാമറ ഞാൻ കൊടുത്തിട്ട് വരാം. നമുക്ക് എന്തായാലും കഴിച്ചിട്ട് വീട്ടിൽ പോവാം. അല്ല, എനിക്ക് വൈകുന്നേരത്തെ കഴിക്കാൻ താല്പര്യമില്ല. ഒരു ബൾക്കൊക്കെ തീരുമാനമാക്കണം. പോകുന്ന വഴി ഞാൻ ബൾക്കിന് വേണ്ടി എന്തെങ്കിലും കുറച്ച് സാധനം മേടിക്കും. ഞാൻ എന്തുവേണം, മറ്റേ ഷെയ്ക്ക് ഇല്ലേ, ഷെയ്ക്ക് പിന്നെയും കുടിച്ചു തുടങ്ങാന്ന് വിചാരിക്കുക. ഗ്യാസൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പം നിവർത്തിയില്ല. സൂപ്പർ മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഐറ്റം മേടിച്ചിട്ട് പോവാം. കയറി വന്നപ്പോൾ തന്നെ ഇവിടെ തന്നെ എനിക്ക് സാധനം കിട്ടിയില്ല. ചോക്ലേറ്റ് ഫില്ലിങ് വേണം എനിക്ക്, നോർമൽ മതി എനിക്ക്. അകത്തൊക്കെ നോക്കിയിട്ട് പിന്നെ മേടിക്കാതെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് കാഷ്യൂൻ്റെ അതാണെങ്കിൽ നമ്മൾ അത് തന്നെ മേടിക്കും. എനിക്ക് പാലും വേണം, തണുത്തത്. ഇവരും തണുത്തിരിക്കുക. ഓട്ടെ, കുഴപ്പമില്ല. ഇവിടെ പ്രൈസ് ഒക്കെ നോക്കി കേട്ടെ. ആ ഫ്രണ്ട് വെച്ചിരിക്കുന്നതാണ് ഏറ്റവും വില കുറവെന്ന് തോന്നുന്നു. ഈ പ്രൈസ് ഇവിടെ അപ്ഡേറ്റ് ആക്കിയിട്ടില്ല. പഴയ എല്ലാം കൂടി ഡേറ്റ്സ് മേടിക്കുന്നത്, അല്ലെങ്കിൽ ജ്യൂസിനകത്ത് അടിക്കാനല്ല. ഇത് മേടിച്ചാൽ പോലും എനിക്ക് ഓർമ്മയില്ല, വർഷങ്ങൾ മുമ്പ് കഴിച്ചിട്ടുള്ളത്. ഇത് 2 250 രൂപ. എന്തായാലും പിന്നെ നമ്മൾ പൊളിക്കാനും അലിഞ്ഞലിഞ്ഞിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് അരഞ്ഞു പൊക്കും. ഞാൻ മേടിച്ചേക്കാം. ഇന്നെല്ലാം വില കുറച്ച് തന്നെ ഞാൻ പൊക്കുവാണെന്ന് തോന്നുന്നു. ഈ ഡ്രാഗൺ ഫ്രൂട്ട് പൊക്കിയേക്കാം 200 രൂപ. 2 എടുക്കാം. ക്യാഷ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ എടുക്കാം. എത്രയാണ്? 469 ഇത് പറഞ്ഞ എടുത്തേക്കാം. ഈ ഡേറ്റ്സ് 179. നമ്മൾ റിസ്ക് എടുക്കണ്ടില്ല. ഇനി അതെടുത്ത് ഇതെടുത്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ആയില്ലെങ്കിലോ. അപ്പോൾ ഏകദേശം 1200 രൂപ ആയിട്ടുണ്ട്. അത് ക്യാഷ് 400 എത്രയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡേറ്റ്സ് എല്ലാം കൂടി ഒരു 350-400 ആയിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വീട്ടിൽ പോകാം. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കഴിക്കാനുള്ള സ്ഥലത്ത്. ഇവിടെ പോവാം. ഇവിടെ കുറേ നല്ല സാധനങ്ങൾ. എന്ത് മേടിക്കും ഞാൻ? എന്ത് മേടിക്കും? മണിപ്പുട്ടും ബീഫുമാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ പെട്ടെന്ന് കയറി പൈനാപ്പിൾ എടുത്തിട്ട് ഞാൻ പാലിനകത്ത് പെട്ടെന്ന് മിക്സ് അടിച്ച് കുടിച്ചാൽ പിന്നെ കുഴപ്പം കാണത്തില്ലായിരിക്കും അല്ലേ? ചിലപ്പോൾ വൈകിട്ടകത്ത് വല്ല ആത്തിലേ നമുക്കിപ്പോൾ കുടിച്ചു കേട്ടറിയാം. എന്ത് പറ്റുമെന്ന് നോക്കാം. എന്തൊക്കെയാണ് അത് മിക്സ് ചെയ്തിരിക്കുന്നത് ചോദിക്കരുത് കേട്ടോ, അല്ലേ പറയാമെന്നില്ല. ഇതിനകത്ത് പൈനാപ്പിൾ, കശുവണ്ടി, പിന്നെ കുറച്ച് സീഡ്സ്, പിന്നെ ഈന്തപ്പഴം, പിന്നെ പാല്, പിന്നെ പേരയ്ക്ക. വലിയ വ്യത്യാസം തോന്നുന്നില്ല. ഞാൻ എപ്പോഴും കുടിക്കുന്നതിനൊക്കെയുള്ള ടേസ്റ്റാണ്. ചെറിയൊരു പൈനാപ്പിൾ അവിടെ ഇവിടെ കൂടി ഒന്ന് മണപ്പിച്ച് പോയണൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഷേക്ക് ഡയറ്റിൽ എത്തിയിരിക്കുക. വിയർത്ത് കുളിച്ചത് ഉണ്ടാക്കിയത് തന്നെ. അപ്പോൾ ഷേക്കും പ്രോട്ടീനും 1/2 മണിക്കൂർ ബാക്കിയുണ്ട്. ഞാൻ ഇപ്പോൾ ജിമ്മിൽ പോയിക്കൊണ്ടിരിക്കുക. കുറച്ച് നേരം കിടന്നുറങ്ങുമെന്ന് പറഞ്ഞാൽ കുറേ നേരം കിടന്നുറങ്ങി. എനിക്ക് ഇന്ന് രാത്രി എഡിറ്റ് ചെയ്യാനുള്ളത്. അത്ര കൂടുതൽ ഉറങ്ങിയില്ലേ, 1 മണിക്കൂർ 1.5 മണിക്കൂർ. എന്തായാലും ഇന്ന് രാത്രി ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് തീർക്കണം. പെട്ടുവിടുന്ന അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യാം. വീട്ടിൽ വന്നപ്പോൾ ബക്കറ്റിനകത്ത് ആയിരിക്കുന്നു നോക്കി. ഇതിനകത്ത് ഞാൻ പൈസ ഇട്ടതാണ്. എലി എന്താ കയറി ഇരിക്കുന്നത്? പുറത്തോടെ കളഞ്ഞിട്ട് വരാം. അതുകൊണ്ടേ കളയാൻ പോകട്ടെ. പുറത്തെത്തി. ഇതിന് പേടിയെന്ന് പറയുന്നില്ലേ? ഇപ്പൊ പേടിയായി. റോഡിന്റെ സൗണ്ടിൽ നിന്നൊക്കെ പേടി വരുന്നു. പാവത്തിന് നമുക്ക് വേറെ തുറന്നു വിട്ടേ. നിന്നെ വിടുവാണ് ഞാൻ. എന്നാ ജീവിച്ചു പോക്കട്ടെ പാവം. അവന്റെ പല്ല് പറിക്കാൻ പോവാ. അവന്റെ പല്ലിളകി കിടക്കും. അത് അവന് പേടി. ചോര വരുന്നു. ഒരു വലി ഇളകിയിട്ടുണ്ടാ? അവന്റെ പല്ല് ചെറുതായിട്ട് ലൂസാണ്. അവൻ മുഴുവൻ തോന്നുന്നു. നമുക്ക് പല്ലേ കെട്ടിട്ട് ഇങ്ങനെ വലിക്കാടാ. പല്ലേ കെട്ടിട്ട് ഡോറെ വെച്ച് വലിച്ചാൽ മതി. ഇളക്കം ഉണ്ടാച്ച? പേടിക്കണ്ട.
ഒന്നും ചെയ്തില്ല വാങ്ങിക്കണം. എടാ കുറച്ചു പേരെടുക്കൂ, അവയായിട്ട് വല്ല മാറിക്കോളും. വാണിച്ച് പല്ല കാണിക്ക്. ഇവിടെ കാണിക്കടാ, ഇവിടെ ഞാൻ ഇവിടെയാ. അവന്റെ പൊക്കത്ത് 2 പല്ലും പോയി. ഒടിച്ച് ഞാൻ മോക്കിട്ട് ഓടിയവനാ. നീ കുടി, കുറച്ചേറെ കുടി. കുടിയുടെ വെള്ളം. അവന്റെ വായി പിന്നെ ചോറ് വരുന്ന തുപ്പി കളിക്കും. ഓടി വെള്ളം കുടിയടാ, ചോരോട്ടം നിക്കും. അവന്റെ പല്ല് വരച്ചെന്ന് എല്ലാരും അറിയും. ഞാൻ പോവാ. ഞാൻ എഡിറ്റ് ചെയ്യാൻ പോവായിരുന്നു കേട്ടോ. അപ്പൊ ഇടയ്ക്ക് വെച്ച് എനിക്ക് പുറകിൽ നിന്ന് കുറച്ച് സൗണ്ട് ഒക്കെ അടിക്കുന്നു റൂമിനകത്ത്. ഞാൻ എന്താണെന്ന് നോക്കിയപ്പം ഈ പേടിത്തൂറന്ന് ഇതിനകത്ത് ഇരിക്കും. അത് കണ്ടാ പോലും മനസ്സിലാകുന്നില്ല. കറക്റ്റ് ആയതുകൊണ്ട് കാണുന്ന ഒരു ഇല്ല. എടാ എന്തോടെ ചെയ്യുന്നതിനകത്ത് ഉറങ്ങിയ കുറച്ചു നേരം ഇരുന്ന് അടി ഇറക്കി കളയുന്നില്ല. നോക്കിയാ അച്ഛനെന്തോ ഉണ്ടാക്കിട്ട് പോകുന്നത് എന്തുവാ? ചിക്കനാ? ഈ കുക്കർ വർക്ക് ചെയ്തില്ലല്ലേ? കുക്കർ വർക്ക് ചെയ്തില്ല. വിസിലടിക്കാത്ത കുക്കർ അച്ഛൻ മൂടി വെച്ചാൽ അപ്പിച്ചല്ലേ? എന്തോ എല്ലാം കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഗുളുഗുളൊക്കെ ഇരിക്കുന്നില്ല. പോകാനാണ് കൈ ചൂടാണ്. ഊതിച്ചിരി ഉപ്പൊക്കെ ഉണ്ട്. കൈ പൊള്ളിയെങ്കിൽ എന്താണ് ആഹാരമായിട്ടുണ്ട്. എന്താണ് ചിക്കൻ മണത്തിട്ട് നീ എന്റെ പുറകെ നടക്കുവാണ്. അച്ഛനുണ്ടാക്കിയ ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ചിക്കൻ മുറ്റാണ്. ചിക്കൻ കിട്ടിയില്ല, നമുക്ക് ചപ്പാത്തിയുടെ കറി ആണോ നോക്കാം. നല്ല എരിവ്, നല്ല ഏറെ എരിവ്. ചിക്കൻ കിട്ടി. ഇതും കഴിക്കാനാണ്? ഓൾറെഡി ഇത്ര ഉണ്ടല്ലോ കയ്യില്. കുറേ ഫുഡ് ഉണ്ട്. പയ്യെ തിന്നാ പറയുന്നില്ല. ബോയ്സ്, ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രേ ഉള്ളൂ. ഞാൻ ഫുഡൊക്കെ കഴിച്ച് നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.